സിപിഎം ബന്ധം ഉപേക്ഷിച്ച ആയിഷ പോറ്റി കോൺഗ്രസിലെത്തും മുൻപ് ബിജെപിയുമായി ചർച്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച് പ്രാദേശിക നേതൃത്വം. ആയിഷ പോറ്റി ആവശ്യപ്പെട്ട പദവികൾ നൽകാനാവില്ല എന്ന് അറിയിച്ചതുകൊണ്ടാണ് ബിജെപി പ്രവേശനം നടക്കാതെ പോയത്. പദവികൾ ആവശ്യപ്പെടുന്നവർക്ക് എല്ലാം അവസരം നൽകാനാകില്ലെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തുവെന്ന് ബിജെപി മണ്ഡലം പ്രസിഡന്റ് ന്യൂസ് 18നോട് വ്യക്തമാക്കി. ഈ LDF-ൽ നിന്നും UDF-ൽ നിന്നും നിരവധി നേതാക്കന്മാരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയോട് ചേർന്നിട്ടുള്ളത്. ചർച്ച സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അവർ കോൺഗ്രസ് ഓപ്റ്റ് ചെയ്തു? കോൺഗ്രസ് ഓപ്റ്റ് ചെയ്ത് എന്താ അവരുടെ ചിലപ്പോൾ ഡിമാൻഡുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കാം. അവർക്ക് അധികാരം മോഹിച്ചു വരുന്നവർക്കെല്ലാം അതെന്താ നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ BJP കൊടുക്കാൻ സാധിക്കും. എന്നാൽ ആരോപണം നിഷേധിച്ച ആയിഷ പോറ്റി ബിജെപിയിൽ നിന്നും തനിക്ക് ഇങ്ങോട്ടാണ് ക്ഷണമുണ്ടായതെന്ന് വ്യക്തമാക്കി. പാർട്ടി വിട്ടതിന്റെ പേരിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണിപ്പോൾ CPM ശ്രമമെന്നും അവർ ആരോപിച്ചു. സകല പാർട്ടിക്കാരും BJP, കോൺഗ്രസ് തുടങ്ങി വേറെ ചെറിയ പാർട്ടികൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തിലെ പോലും ചില പാർട്ടികൾ ഉൾപ്പെടെ എന്നോട് പൊതുമണ്ഡലത്തിൽ നിന്ന് മാറരുത്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വരണമെന്ന് ഇവരെല്ലാവരും എന്നെ വിളിച്ചതാണ്. കോൺഗ്രസിന്റെ കൂട്ടി ചേരാനായിട്ട് തീരുമാനമെടുത്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ എങ്ങും പോയി ചേരാൻ ഞാൻ ആലോചിച്ചില്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളതേ ഉള്ളൂ. ആരോപണങ്ങൾ എങ്ങനെ വേണേലും ഉന്നയിച്ചോളൂ. ഒരാൾ മാറിയാൽ അവരെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാമെന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ കാണുന്നത്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. സ്ത്രീകളെ പരിഗണിക്കുന്നവരാണെന്ന് പറയുന്ന ഇന്നത്തെ ഇടതുപക്ഷ പാർട്ടി CPIM സ്ത്രീകളെ ഇത്രയേ അവഹേളിക്കുന്ന ഒരു പാർട്ടി വേറെയില്ല. ആയിഷ പോറ്റിക്കെതിരെ സമാനമായ ആരോപണം ഇടത് സ്ഥാനാർത്ഥി ധനമന്ത്രി KN ബാലഗോപാലും ഉന്നയിച്ചു. എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത നിലപാട് ആരെങ്കിലും എടുത്താൽ ജനങ്ങളത് കണ്ടെത്തി അതിനെപ്പറ്റിയുള്ള അഭിപ്രായം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറച്ച വാക്കുകളും വിശ്വാസവും നിലപാടുകളും. ആ നിലപാടുകളിൽ പുറത്ത് നിന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ജനങ്ങളെ നോക്കും. അവനവന്റെ സൗകര്യമല്ല രാഷ്ട്രീയം. നാടിന്റെ നിലപാടുകളും വികസനവും പൊതുവായ അന്തരീക്ഷവുമാണ്.